മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 വേഴ്സ് 41. ഈശോ പറഞ്ഞു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഒരാൾ നാടകം കാണാൻ വേണ്ടി അമ്പലമുറ്റത്ത് പോയി. ഇരുന്ന് കാണാനുള്ള സൗകര്യത്തിന് പായും ചുരുട്ടിയാണ് പോയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആരും അവിടെ വന്നിട്ട് പോലുമില്ല. അവിടെ കണ്ട ഒരു ചെറുപ്പക്കാരനോട് നാടകം തുടങ്ങാറായില്ലേ എന്ന് ചോദിച്ചു. നാടകം തുടങ്ങാൻ ഇനിയും മണിക്കൂറുകൾ പിടിക്കും. യുവാവിന്റെ മറുപടി കേട്ട അയാൾ ഏതായാലും അല്പസമയം ഉറങ്ങാൻ നിശ്ചയിച്ചു. നാടകം തുടങ്ങുമ്പോൾ ഉണരാമല്ലോ. അയാൾ പായ വിരിച്ചു കിടന്നുറങ്ങി. ഉറക്കമുണർന്നപ്പോൾ ആരെയും കണ്ടില്ല. നാടകം ഇതുവരെ തുടങ്ങിയില്ലേ? അയാൾ അവിടെ കണ്ട മറ്റൊരു പയ്യനോട് അന്വേഷിച്ചു. നാടകം തീർന്ന് എല്ലാവരും വീട്ടിൽ പോയല്ലോ. പയ്യൻ പറഞ്ഞത് കേട്ട് അയാൾ പായും ചുരുട്ടി തലയിൽ വെച്ച് വീട്ടിലേക്ക് പോയി. അതെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കടമയാണ്. പലപ്പോഴും നമ്മൾ ആ പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ വീണ് പാപത്തിന്റെ വഴികളിലേക്ക് വീണ് നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അത്യാവശ്യമാണോ? അത്യാവശ്യമുള്ളതൊക്കെ നടത്തി പെട്ടെന്ന് തീർത്താ പോരെ. എന്നാൽ പ്രാർത്ഥനയിലൂടെയാണ് നമ്മളെല്ലാ പ്രലോഭനങ്ങളെയും വിജയിക്കുന്നത്, അല്ലെങ്കിൽ അത് അപകടമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.